നമ്മുടെ നടൻ കൃഷ്ണകുമാറിൻ്റെ മകളായ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലിക്ക് നിന്ന 3 വനിതകളെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വനിതകളെ പറ്റി വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായി. ഞങ്ങൾ വനിത ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ കള്ളി എന്ന് വിളിച്ചതെന്ന് പറയും. അതുകൊണ്ട് നമുക്കത് പേടിയാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. 3 വനിതാ രത്നങ്ങൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വനിതാ രത്നങ്ങളെല്ലാം കൂടെ ഏകദേശം ഒരു വർഷത്തിനിടെ അടിച്ചു മാറ്റിയത് 40 ലക്ഷം രൂപയാണ്. വളരെ ചെറിയ തുകയാണ്. എന്നിട്ട് അവർ പരാതി കൊടുത്തു. കൃഷ്ണകുമാർ സൂക്ഷിച്ചു നോക്കി. കൃഷ്ണകുമാറിൻ്റെ മരുമകൻ തൊടാൻ നോക്കി. പിന്നെ ഞങ്ങൾ ജാതി വിളിച്ച് അധിക്ഷേപിച്ചു. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. ഇങ്ങനെയൊക്കെ കുറേ സംസാരങ്ങളൊക്കെ നമ്മുടെ മീഡിയയിൽ നടന്നു. ഈ വനിതാ രത്നങ്ങളിൽ 2 രത്നങ്ങൾ കോടതിയിൽ കീഴടങ്ങി. സാധാരണ കീഴടങ്ങും പോലെയല്ല, ഹെൽമറ്റൊക്കെ വെച്ച് കാറിൽ വന്നിറങ്ങി നേരെ ക്രൈംബ്രാഞ്ച് ഓഫീസിലോട്ട് ഓടിക്കയറിയാണ് കീഴടങ്ങിയത്. നേരത്തെ കോടതിയുടെ ഗ്രില്ലിലൊക്കെ പിടിച്ചു നിന്നുകൊണ്ട് ഷൈൻ ചെയ്തുകൊണ്ടൊക്കെ ആയിരുന്നു നേരത്തെ ഇട്ടിരുന്ന വീഡിയോ ഒക്കെ. ഇപ്പോൾ അതൊക്കെ മാറി. 2 പേരെന്തായാലും ചട്ടിയിലായിട്ടുണ്ട്. പിന്നെ ഈ കേസിൽ മുഖ്യമന്ത്രി എടുത്ത പ്രത്യേക താല്പര്യം ശ്രീ കൃഷ്ണകുമാർ പലപ്പോഴും മീഡിയയിൽ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം 2 പേര് കീഴടങ്ങി. അവർ ആ പൈസ സ്വർണ്ണത്തിനും, സ്ത്രീകൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ തന്നെ, കുറച്ച് ഭർത്താവിന് ചിലവിന് കൊടുത്തു, പിന്നെ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചു, ഇച്ചിരി ഭൂമിയൊക്കെ വാങ്ങിച്ചാണ്. ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് 40 ലക്ഷം രൂപ ചെയ്തു. ഇപ്പോൾ അവിടെ ഈ 2 പേര് അറസ്റ്റിലായി. അടുത്ത ആൾ സ്വാഭാവികമായിട്ടും അറസ്റ്റിലാവും. അതൊരു വലിയ കാര്യമൊന്നുമില്ല. കാര്യം പൈസയും ബാക്കി കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ വരും. ഈ രസം ഗവൺമെന്റിന് പറ്റിയ വീഴ്ച. ഇങ്ങനെ ഒരു പരാതി വന്ന് പറഞ്ഞ പെൺകുട്ടികൾ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരെ ഫ്രീ ആയിട്ട് തുറന്നു വിടുകയായിരുന്നു. ഈ പരാതി കേട്ടപ്പോഴത്തേക്ക് തന്നെ ഏകദേശം 69 ലക്ഷം രൂപ കാണാതായി എന്ന് ശ്രീ കൃഷ്ണകുമാർ നേരത്തെ തന്നെ പരാതി കൊടുത്തിട്ടുള്ളായിരുന്നു. ആ പരാതി നിലനിൽക്കുകയാണ്. ഈ വന്ന് പരാതി പറഞ്ഞിട്ട് പോയ കുട്ടികളെ ഉള്ളം കയ്യിൽ കിട്ടിയ 3 വനിതാ രത്നങ്ങളെ പോലീസുകാർ കളഞ്ഞു കുടിച്ചത്. അതിന് മിക്കവാറും 15-ാം തീയതി പോലീസിന്റെ ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ സ്വർണ്ണ മെഡൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കേണ്ടതാണ്. വലിയ ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, നല്ലവരാണ്. അത് കഴിഞ്ഞ് ഇത് തന്നെ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ കോസ്റ്റൽ ഏരിയയിൽ നിന്ന് ഇന്നലെ വേറൊരു തട്ടിപ്പ് പുറത്തു വന്നു. മിടുക്കിയാണ് കേട്ടോ. ഇവർ 3 പേരും കൂടെ ചേർന്ന് 40 ലക്ഷം കട്ടപ്പോഴത്തേക്ക് അയാൾ ഒറ്റയാളായിട്ട് 40 ലക്ഷം രൂപ കട്ടു. പാവപ്പെട്ട ഒരു ലോട്ടറി ഏജന്റിന്റെ കടയിൽ ജോലിക്കാരിയായിരുന്നു. ഇടയ്ക്ക് കുറച്ച് ദിവസം ലീവായിപ്പോയി. ഈ അഴിമതി കാണിക്കുന്ന പലരും ചട്ടിയിലാവുന്നത് ഇവർ ഇടയ്ക്ക് കുറച്ച് ദിവസം ലീവ് എടുക്കുകയും ബ്രേക്ക് ആകുമ്പോഴത്തേക്കാണ് ഈ ചട്ടിയിലാവുന്നത്. ഇപ്പോൾ ഈ മഹതി ചെയ്തത് ആ ലോട്ടറി ഏജൻസിയിൽ വന്ന 20 ലക്ഷത്തോളം രൂപ പുള്ളിക്കാരിയുടെ GPay അക്കൗണ്ടിലോട്ട് അങ്ങ് മാറ്റി ടിക്കറ്റ് കൊടുത്തു. ഓണർ നോക്കുമ്പോൾ എല്ലാ മാസവും 2 ലക്ഷം രൂപ നഷ്ടം വരുന്നുണ്ട്. 2 ലക്ഷം ആയതുകൊണ്ട് അങ്ങനെ നോക്കിയില്ല. പക്ഷെ ഒരു വർഷം കൂടിയപ്പോഴത്തേക്ക് ഏകദേശം 20 ലക്ഷം രൂപയായി. എന്തായാലും ആ മഹതിയെ വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 20 ലക്ഷം രൂപയാണ് കാണാതായത്. ആ ലോട്ടറിക്കാരൻ്റെ പരാതിയിൽ ആ മഹതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് സംരക്ഷണം കൂടുതലുണ്ടെന്നുള്ള ഒരു ധൈര്യത്തിലാണ് അവർ കുറ്റകൃത്യങ്ങളിലോട്ട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇടപെടുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതിനകത്ത് കുറ്റകൃത്യങ്ങൾക്ക് സ്ത്രീയെന്നും പുരുഷനെന്നും എന്നുള്ള പ്രത്യേക വിവേചനമൊന്നുമില്ല. പക്ഷേ പല കുറ്റകൃത്യങ്ങളും വരുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ട്, കവചം ഉള്ളതുകൊണ്ട് അവർ പലപ്പോഴും പ്രത്യേകിച്ച് പുരുഷന്മാരുമായിട്ട് ഇടപെടുന്ന കേസുകളാകുമ്പോഴത്തേക്ക് അവർ ഇതുപോലെ സൂക്ഷിച്ച് നോക്കി, എന്നെ തൊടാൻ നോക്കി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ ലക്ഷങ്ങളും കോടികളും കക്കും. അപ്പം ഇതിൽ 10% പിടിയിലാവുന്നത്. 10% വരുന്നതാണ് ഈ പിന്നെ ശ്രീകൃഷ്ണകുമാറിൻ്റെ ഷോപ്പിലുണ്ടായതും ഈ ലോട്ടറി കടയിലൊക്കെ ഉണ്ടായത്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ ഞാൻ പറഞ്ഞു വരുന്നതിൽ നമുക്ക് പ്രധാന മെസ്സേജ്, സാമ്പത്തിക ഇടപാടുകളിൽ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഇടപാടിലോട്ട് മാറിയപ്പോഴത്തേക്ക് QR കോഡ് നമുക്ക് ഒന്ന് മാറ്റി വേറൊന്ന് വയ്ക്കാം. GPay നമ്പർ ഒന്ന് മാറ്റി വേറൊരു നമ്പറിലോട്ട് വയ്ക്കാം. അല്ലെങ്കിൽ ആ GPayയിൽ ഒന്ന് എമൗണ്ട് മാറ്റി വേറൊരു GPayയിലോട്ട് മാറ്റാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇലക്ട്രോണിക്സും സിസ്റ്റംസ് അഡ്വാൻസ് ആയതോടെ തട്ടിപ്പും അഡ്വാൻസ്ഡ് ആയിട്ട് വരികയാണ്. അതുകൊണ്ട് പൈസ കാര്യത്തിൽ ജാഗ്രത. നന്ദി, നമസ്കാരം.